നമ്മുടെ ഭാര്യയെ നമ്മൾ കല്യാണം കഴിച്ചു. വീട്ടുമുറ്റത്ത് നിന്ന് പള്ളി അങ്കണത്തിൽ നിന്ന് ചൊല്ലിത്തന്ന വാചകം ഏറ്റുചൊല്ലി നമ്മൾ അവിടെയും കൊണ്ട് കാറിലേക്ക് കയറി യാത്ര തുടങ്ങുന്നത് മുതൽ ആരംഭിക്കുന്ന ജീവിതം മീസാൻ കല്ലോട് കൂടെ അവസാനിക്കേണ്ടതല്ല. ഖുർആൻ പറയുകയാണ്, وفيها ما تشتهيه الأنفس وتلذ الأعين وأنتم فيها خالدون. നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്നൊരു പ്രഖ്യാപനമുണ്ടാകും. 22ാമത്തെ വയസ്സിൽ അപ്രതീക്ഷിതമായൊരു ദിവസം എംബാം ചെയ്ത ഭർത്താവിന്റെ ശരീരത്തിന് ചുംബനം കൊടുത്ത് അദ്ദേഹത്തെ യാത്രയാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും, തന്റെ ഭാര്യയെ അപ്രതീക്ഷിതമായി തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ ഖബറിലേക്ക് ചരിച്ചു കിടത്തി മേലെ മൂടുകല്ല് വെച്ച് മണ്ണിട്ട് മൂടുന്നതോടുകൂടെ അവസാനിക്കുകയല്ല, മറിച്ച് സ്വർഗത്തിന്റെ വാതിൽക്കൽ വീണ്ടും അവിടെ കണ്ടുമുട്ടുമെന്നും ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, സന്തോഷത്തോടെ നിങ്ങളും നിങ്ങളുടെ ഇണകളും സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമായവനാണ് ഞാനെന്നും അതുകൊണ്ട് അതിനനുബന്ധമായ ജീവിതം എനിക്കുണ്ടാകണമെന്നുമുള്ള ബോധം നമ്മുടെ കുടുംബത്തെ കൂടുതൽ മനോഹരമാക്കും.